ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ മഹാന്മാരൊക്കെ അത് കൊടുക്കുന്ന ശൈഖിന് ഒരുപാട് നിബന്ധന പറഞ്ഞിട്ടുണ്ട്. അത് വാങ്ങണ മുരീദിന് ഒരുപാട് നിബന്ധന ഉണ്ട്. ആ നിബന്ധനകളൊന്നും പാലിക്കാതെ നടത്തുന്ന മുഴുവൻ ത്വരീഖത്തുകളും അത് വ്യാജന്മാരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ വ്യാജ ത്വരീഖത്തുകളിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ മഹാനവറുകൾ നമുക്ക് നൽകിയ സന്ദേശമാണ്. വളരെ കണിശതയോടുകൂടെയാണ് അവിടുത്തെ ഗുരുനാഥന്മാർ അവിടത്തേക്ക് ത്വരീഖത്ത് കൊടുത്തിട്ടുള്ളത്. പണം കൈകൊണ്ട് തുടരുത് എന്ന് പോലും പറഞ്ഞിട്ടുണ്ടോ അത്രേ. എന്നാൽ ഇന്ന് ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ പണം വാരാനുള്ള മാർഗമായിട്ടാണ് ആളുകൾ കാണുന്നത്. പണം എത്ര സമ്പാദിക്കാൻ പറ്റും അതിനുള്ള വഴിയാണ് ഇന്നത്തെ ത്വരീഖത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള വ്യാജ ത്വരീഖത്തുകളുടെ ഒക്കെ മൂന ഒടിക്കുന്ന രീതിയിലുള്ള ആത്മീയമായ ശൈലിയും രീതിയുമായിരുന്നു മഹാനവർ നമുക്ക് പഠിപ്പിച്ചു തന്നത്. സാധാരണക്കാരായ ആളുകളിൽ നിന്ന് പ്രത്യേകം ഉൾക്കൊള്ളണം. നമ്മളെ ആത്മീയത നശിപ്പിക്കുന്ന വലിയൊരു മേഖലയായതെന്ന് മാറിയിരിക്കുകയാണ്. മഹാനായ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ സാധാരണക്കാരോട് ഒരു പ്രത്യേക ഉപദേശം പറയുന്നുണ്ട്. ആ സാധാരണക്കാരെന്ന് പറയുന്നതിൽ നമ്മളിൽ അധിക ആളുകളും ഉൾപ്പെടും. മഹാനവറുകൾ പറയുന്നത് വമിൻ അബ്വാബിഹി ഹംലുൽ അവാമില്ലദീന ലം യുമാരിസുൽ ഇൽമ വലം യതബഹറു ഫീ. ഇബ്ലീസ് മനുഷ്യരെ പഴപ്പിക്കുന്നതിൽ പല വഴികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വഴി എന്താണ്? കടൽ സമാനമായ അറിവ് സമ്പാദിക്കാത്ത ആളുകളെ അവരെ ഇബ്ലീസ് പ്രേരിപ്പിക്കും അല തഫ്കീരി ഫീ ദാത്തില്ലാഹി തആല വസിഫാത്തിഹി. അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ച് അവന്റെ വിശേഷണങ്ങളെ കുറിച്ച് ഒക്കെ ചിന്തിക്കാൻ വേണ്ടി അവരോട് പറയും. വഫീ ഉമൂരില്ലാ യബ്ലൂഹ ഹദ്ദു ഉഖൂലിഹിം. നമ്മുടെ ബുദ്ധിക്ക് പ്രാപ്യമല്ലാത്ത കുറെ കാര്യങ്ങളെ കുറിച്ച് ത്വരീഖത്ത് ഹഖീഖത്ത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി പിശാചി സാധാരണക്കാരെ ഇത്തരം ആശയങ്ങളിലേക്ക് കൊണ്ടുവരും. എന്നിട്ടതാ മഹാൻ പറയുന്നു ഹത്താ യുശക്കിക്കഹും ഫി അസ്ലിദ്ദീനി. മതത്തിന്റെ അടിത്തറയിൽ തന്നെ അവസാനം അവന് സംശയം ഉണ്ടാകും. ഔ യുഹയ്യലു ഇലൈഹിം ഫില്ലാഹി ഖയാലാത്തുൻ യതആലല്ലാഹു അൻഹാ. പടച്ചവനെ കുറിച്ച് ഒരിക്കലും സങ്കല്പിക്കാൻ പാടില്ലാത്ത പല ചിന്തകളും അവന്റെ മനസ്സിൽ കൊണ്ടുവരും. അങ്ങനെ യസീറു ബിഹാ കാഫിറൻ ഔ മുബ്തദിഅ. ഈ ത്വരീഖത്തിന്റെ പേരിൽ അവൻ കാഫിറോ പുത്തനാശയക്കാരനോ പോലും ആയി മാറും. അതേസമയം വഹുവ ബിഹി ഫർഹും മസ്റൂറുൻ മുബ്തഹിജുൻ ബിമാ വഖഅ ഫീ സ്വദ്രിഹി. അവൻ വലിയ സംതൃപ്തിയിലുമായിരിക്കും. ഞാനിത് കൂടിയതിന് ശേഷം എൻ്റെ മനസ്സിന് വലിയ സമാധാനമുണ്ട്, റാഹത്തുണ്ട് എന്നൊക്കെ പറയും. യളുന്നു ദാലിക. അവൻ